തന്നെ പോയിക്കൂടെ? ഇല്ല, ഭയങ്കര പേടി. എന്താ, തുണയ്ക്ക് ആളുണ്ടോ? ആൺതുണ വേണമെങ്കിൽ ഒന്ന് നീട്ടി വിളിച്ചാൽ മതി. ബാലേ! പോടി, ആരെങ്കിലും കേൾക്കണ്ട നിന്റെ കളിവാക്ക്. പോടി. എന്ത് കളിയാണിത്? ഞാൻ പേടിച്ചോ? സാരമില്ല, ഞാൻ ഇത്ര നേരവും തണുപ്പ്. എന്തിന്? കൊച്ചമ്മണിയെ തനിച്ചൊന്ന് കാണാൻ. ഇപ്പൊ കണ്ടില്ലേ? എന്നാലും സർപ്പക്കാവിന്റെ അടുത്തും പൊന്തയ്ക്കുള്ളിലും നിന്ന് ആളെ ഇങ്ങനെയൊന്നും പേടിപ്പിക്കരുത്. ഓ, സർപ്പക്കാവിന്റെ കാര്യം പറഞ്ഞാൽ അന്ന് തടി തപ്പിയത് ഈശ്വര കടാക്ഷം, പിന്നെ നിന്റെ സരസ്വതി പ്രസാദം. അമ്മ ബഹളം കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ പോട്ടെ, കേശുവേട്ടൻ വീട്ടിൽ വരും. നിൽക്കൂ കൊച്ചമണി, ഒരുപാട് കാര്യം പറയാനുണ്ട്. വീട്ടിൽ വന്നാൽ ഇത്ര സ്വൈര്യമായി സംസാരിക്കാൻ പറ്റും. വരൂ, നമുക്ക് വഴിയിൽ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കാം. വരൂ. ഇരിക്കൂ കൊച്ചമണി. വേണ്ട, ഞാൻ നിന്നോളാം. ഇരിക്കുന്നു. ഒരുപാട് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴെന്താണ് തപസ്? പറയാൻ അധികമുള്ളപ്പോൾ വാക്കുകൾ വരാറില്ല, അതല്ലേ കുഴപ്പം. ആതിര നിലാവ്, ആകാശത്തിൽ 1000 നക്ഷത്രങ്ങൾ, മഞ്ഞു പൊഴിയുന്ന കുന്നിൻ ചരിവിൽ വള്ളിക്കുടിലിൽ ഞാനിരിക്കുന്നു. കഥ പറയുകയാണോ? കഥകളിലൊന്നും ഇത്ര മനോഹരമായ രംഗമുണ്ടാവില്ല. ഞാൻ എന്താ പറഞ്ഞു നിർത്തിയത്? ഞാനിരിക്കുന്നു. എന്റെ അരികിൽ ആതിര നിലാവിനെക്കാളും മനോഹരിയായ കൊച്ചമ്മണി. ഒന്ന് വെറുതെ ആയിക്കുന്നു. കേശുവേട്ടാ, മാനം ചിരിക്കുകയാണ്, ഭൂമി കരയുകയും. ഭാഗി, ഞാൻ കണ്ടില്ല. വേലിക്കപ്പുറത്ത് മറഞ്ഞു നിന്നാൽ എങ്ങനെ കാണാനാ? മറഞ്ഞു നിന്നാൽ ഭാഗ്യക്കും എനിക്കുമിടയിൽ ഈ നാശം പിടിച്ച വേലി ഉണ്ടായി എന്ന് സത്യമാണ്. എന്താ ഇത്ര നേരത്തെ? തിരുവാതിര കുളിക്കാനാ? പുഴക്കടവിൽ നിന്ന് തുടിയും പാട്ടും കേട്ടപ്പോൾ ഉണർന്നു. പിന്നെ ഉറക്കം വന്നില്ല. ഇവിടെ നിന്ന് പുഴക്കരയിൽ തീ കായുന്ന കുട്ടികളെ നോക്കി അസൂയപ്പെടുകയായിരുന്നു. അസൂയോ? എന്തിന്? മുതിർന്നപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് അവർ നേടിയിരിക്കും. കുട്ടിക്കാലത്ത് അമ്മയും അമ്മായിയും തിരുവാതിര കുളിക്കുമ്പോൾ മേൽക്കരയിൽ തീ കാഞ്ഞിരുന്ന ഓർമ്മയുണ്ട്. ഒന്നും ഞാൻ മറന്നിട്ടില്ല. അത് മതി. പിന്നെ ഭാഗ്യ, ആരാ പറഞ്ഞത്? ആരെങ്കിലും ആവട്ടെ, ഭാഗ്യ പൊയ്ക്കുള്ളൂ. നീ എങ്ങോട്ടാ? നീ മോർണിംഗ് വാക്കിന്. ആരോഗ്യത്തിന് നല്ലതാണ് അല്ലേ? എന്താ വേലിക്കൊരു വളവ്? വേലിക്കോ കേട് അതോ കണ്ണിനോ ചെറുമ്പര? ഇങ്ങോട്ട് വളയ്ക്കുന്നതിൽ എളുപ്പമാണല്ലോ അങ്ങോട്ട് വളച്ചു കെട്ടുന്നത്. മാവ് നിങ്ങളെ പറമ്പ് കിട്ടണമെങ്കിൽ വല്യമ്പരാനോട് ചെന്ന് പറയും. ഇന്റെ അനിയത്തിക്ക് പാഞ്ഞു കയറാൻ വരണ്ട. നീ എന്താ ആളെ പേടിപ്പിക്കണം? നിങ്ങൾ പോയി നിങ്ങളെ പണി നോക്കിന്ന്. എടാ,
അനിയ താനൂത്തം കാണിച്ച് പിന്നെ അവൻ ഒക്കാണത്തിന് വരുന്നു. പോ നീ വീട്ടിൽ പോ. പോകാൻ. എടാ ധിക്കാരം പറഞ്ഞാലുണ്ടല്ലോ അടിച്ചിന്റെ പല്ല് ഞാൻ തെറിപ്പിച്ചുകളി. അവൻ ഏതോ തെണ്ടിച്ചെടുക്കണമെന്നാണോ നിന്റെ വിചാരം? എന്നോട് വെറുതെ തട്ടിക്കറാൻ വന്നിട്ടല്ലേ? എന്നാൽ നീ എന്ത് ചെയ്യുമെന്ന്? എന്താ ചേട്ടാ? മാവ് അവരുതാണത്രേ. അത് അവനെന്ന് പറഞ്ഞെങ്കിൽ ന്യായമാണ്. നീ ഒന്ന് സമ്പാദിച്ചു കൊടുക്കേണ്ട വലിയമ്മാവന് സ്വത്ത്. പറഞ്ഞതാ കാര്യം. ഒരു കാര്യക്കാരൻ മാപ്പിള വന്നിരിക്കണ്. ചാത്താ നിന്റെ തണ്ടും തടിയും കണ്ടിട്ടേ വീരാൻകുട്ടി പറക്കില്ല കേട്ടാ. ഇവനെപ്പോലെ 4 ആളെ പണിക്ക് കിട്ടിയാൽ മതി, നാട് മുഴുവൻ ജന്മാക്കും. മാവിന്റെ കാര്യമല്ല പറഞ്ഞത്. അനിയനോട് ഇവൻ ധിക്കാരം പറഞ്ഞത് ഞാൻ കേട്ടതാണ്. ആരില്ലാത്ത കുട്ടികളെ ചിന്തം ചെയ്യാമെന്നോ? എന്താ ഇവിടെ എന്താ ബഹളം? എന്താ ചാത്താ? അടിയൻ വെയിൽ കെട്ടുമ്പം അവര് ബക്കാണത്തിന് വന്ന് മാവ് അവരുതാണത്രേ. ഇത്ര പോന്ന നീ ആ കേസിനും കൂട്ടത്തിനും മരുന്ന്. മാവിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ചാത്തൻ ഒക്കെ എനിക്കറിയുംടാ, ഒക്കെ എനിക്കറിയും. എന്റെ പണിക്കാര് വേലി കെട്ടിച്ച മാവ് എന്റതാ. സിവിലും ക്രിമിനലും ഒക്കെ ഞാനും കുറെ കണ്ടതാ. ന്യായം കെട്ടൊരു വാക്ക് പോലും ഞാൻ പറഞ്ഞില്ല മാവ. പിന്നെ ഞാനോ ആ വെട്ടിന് കിട്ടുമല്ല എന്റെ കിട്ടുക വേലി നടക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ. കയ്യൂക്കൊള്ളാൻ എടുത്താണല്ലോ ന്യായം. എനിക്ക് മാവ് വേണ്ട. പക്ഷേ നിങ്ങളേടാ, എനിക്ക് നിന്റെ ഒന്നും ദാനം വേണ്ട. എനിക്ക് വേണമെങ്കിൽ ഞാൻ വേലി കെട്ടുകയും ചെയ്യും, മാവ് എടുക്കുകയും ചെയ്യും. അങ്ങനെ ബലാബലം നോക്കാനാണെങ്കിൽ കാര്യം വേറെ. 4 പേര് കാണട്ടെ. ന്യായപ്രകാരം മേനം കൂടി പറഞ്ഞാ നേര്. മാവ് ഇപ്പുറത്തേക്കാ. വീട്ടിൽ കണ്ട് കെട്ടിയടാ വേലി. അമ്മാവൻ ഇങ്ങനെ പറഞ്ഞാൽ ഇത് കുറച്ച് ധിക്കാരമാവും. അമ്മയിൽ ഇടപെടരുത്. നിന്നോട് ഇവിടെ വരാനാ പറഞ്ഞത്. ഇവിടെ വരാനാ പറഞ്ഞത്. ഞങ്ങളാണ്. മറ്റന്നാ കാളയെ തുറക്കുകയാണ്. നാളെ പോകണം. പോയിക്കോ, പോകണ്ടോര് പോയിക്കോളി. അതിന് ഞാനെന്ത് വേണം? തുറക്കുന്ന ദിവസം തന്നെ ഫീസ് കെട്ടണം. പിന്നെ ഹാസ്റ്റലില് പണം വേണം അല്ലേ? എന്റെ കയ്യിൽ പണം ഇല്ല. നീയൊക്കെ വലിയ കാര്യക്കാരനല്ലേ, പണം ഉണ്ടാക്കിക്കോളിൻ, പഠിച്ചോളിൻ. വല്യമ്മാവൻ അങ്ങനെ പറയുന്നത് സങ്കടമാണ്. വലിയമ്മാവൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയമ്മാവനുണ്ടല്ലോ, അവനോട്